നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നേരിട്ട് കാണുമല്ലോ, അപ്പൊ പറയാം. നേരിട്ട് കാണണം. അതിനാ ഞാനിപ്പോ നിന്നെ വിളിച്ചത്. സ്ഥലവും സമയമൊക്കെ ഞാൻ അറിയിക്കാം. നീ വരണം. വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വിഷ്ണു, കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ബാക്കിയൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. ആരായിരുന്നടി കോളില്? എന്റെ ഒരു ബന്ധു. എന്തിനാ ബന്ധു വിളിച്ചത്? വിശേഷങ്ങൾ ചോദിക്കാൻ. എന്നിട്ട് അങ്ങനെയല്ലല്ലോ നീ സംസാരിക്കുന്നത് കേട്ടത്. എന്താ നിന്റെ ബന്ധുവിന്റെ പേര്? വിഷ്ണു. വിഷ്ണുവോ? ഈ വി എന്ന് പറയുന്നത് ഇനീഷ്യലാണോ? വിഷ്ണു. നീ എന്താടി പേടിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെന്താ നിന്റെ സ്വരത്തിനൊരു പതർച്ച? ഒന്നുമില്ല. ദേ വെറുതെ നുണ പറയണ്ട. വിഷ്ണു നിന്റെ ബന്ധുവൊന്നുമല്ല. പിന്നാരാ? അത് നിനക്കല്ലേ അറിയൂ. സത്യം പറ, ഞങ്ങൾ അറിയാതെ ഒരു ജീവിതം പണ്ട് നിനക്കുണ്ടായിരുന്നോ? നീ ഞങ്ങളെയൊക്കെ പറ്റിക്കുകയാണോ? ഒരിക്കലും ഇല്ല. ഞാനങ്ങനെ ചെയ്യൂ? നീ അങ്ങനെ ചെയ്യൂ. നീയേ ചെയ്യൂ. ഒന്ന് നീ ഓർത്തോ, എല്ലാ കാലവും എല്ലാരെയും പറ്റിക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ പിടി വീഴും. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് തന്നെ അറിയാം. പിന്നെ ആരെയാടി നീ ഓരോന്ന് പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കുന്നത്? ആ വിഷ്ണുവിനെ എന്റെ മുന്നിൽ വെച്ച് നിനക്ക് ഒന്നുകൂടെ ഒന്ന് വിളിക്കാൻ പറ്റൂ? എന്നിട്ടേ ആ ഫോൺ എന്റെ കയ്യിത്താ. ഞാൻ സംസാരിക്കാം അവനോട്. അപ്പൊ അറിയാലോ നീ പറഞ്ഞതാണോ ശരിയെന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നീ നുണയാ പറഞ്ഞത്. നുണയായിട്ടൊന്നുമല്ല. എന്നെ വിശ്വാസം ഇല്ലെന്നല്ലേ അതിനർത്ഥം? എനിക്ക് ആരുടെ മുൻപിൽ സത്യം തെളിയിക്കണമെന്നൊന്നുമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ വേണ്ട. രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ മിടുക്കിയാണല്ലോ നീ. എല്ലാ തവണയും അത് സാധിക്കണമെന്നില്ല. അത് മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. കേട്ടോടി മാലക്കള്ളി. നിരഞ്ജൻ നിന്നേ. പൊന്നുമണിയെ ഇപ്പൊ കാണാറോ സംസാരിക്കാറൊക്കെ ഉണ്ടോ? മനസ്സിലായില്ല. ആ കുട്ടി ചില മോശം കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അത് നിരഞ്ജൻ അറിയാവുന്നറിയാൻ വേണ്ടി ചോദിച്ചാ. സാർ ആരെയും ഉദ്ദേശിച്ചത്? ശരവണൻ മഹാ തല്ലിപ്പൊളിയല്ല. അവനായിട്ട് ഊരു ചുറ്റല ഇപ്പൊ പൊന്നുമണീന്റെ പ്രധാന പണി. ശരവണനെ പോലെ ഒരാളുമായിട്ടുള്ള സംസർഗം ആ കുട്ടിയെ എവിടെ കൊണ്ടെത്തിക്കുമെന്നറിയാമല്ലോ. നാളെ നിരഞ്ജൻ അതൊരു ബാധ്യതയാവരുത്. പൂർണ്ണമായിട്ട് കട്ട് ചെയ്തേക്കണം. വിളിച്ച ഫോണ് പോലും എടുക്കരുത്. അത് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ അങ്ങ് ഒഴിവാക്കി കളയാവുന്നൊരു ബന്ധമല്ലല്ലോ ഞാനും പൊന്നുമണിയും തമ്മിലുള്ളത്. അവൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറ്റാൻ പോകുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് അവളെ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ലേ? ഞാനത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരത് ചെയ്യും? അതുകൊണ്ട് സാറിന് ദോഷം വന്നാല? ദോഷം വന്നാലും എന്റെ കടമ ഞാൻ ചെയ്യണ്ടേ? പുകഞ്ഞ കൊള്ളി പുറത്ത് ആ നിലപാട് വേണം എടുക്കാൻ. ബുദ്ധിമുട്ടാണ്. സ്വാമി പറയുന്നത് അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ശരവണനുമായി ചുറ്റിക്കറങ്ങി നടക്കുന്നതിനോട് ഒരു കാരണവശാലും ഞാൻ യോജിക്കുന്നില്ല. എന്നുവെച്ച് ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അവളെ തള്ളിക്കളയാൻ ഞാൻ ഒരുക്കമല്ല. എന്നാ പിന്നെ നിരഞ്ജന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം നിരഞ്ജന് മനസ്സിലാവുമെന്ന് കരുതിയാൽ
ഞാനിതൊക്കെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിരഞ്ജന്റെ പ്രതികരണമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനത് പറയില്ലായിരുന്നു. സാറേ, ചിലരെയൊക്കെ ദൈവം തള്ളിക്കളഞ്ഞതാ. നമ്മൾ വിചാരിച്ചാലൊന്നും അവരെ നന്നാക്കാൻ പറ്റില്ല. സ്വാമിയും ആ കൂട്ടത്തിൽ പെടും, അത് മറക്കണ്ട. എന്താ മോനെ? ഇന്ന് ശരവണ്ണനും പൊന്നുമണിയും പുറത്തു വെച്ച് കണ്ടിരുന്നു. ഉവ്വ്. എന്നിട്ടെന്താ ആ ഒരു അമ്മേനെ വിളിച്ച് പറയായിരുന്നത്? ഒറ്റബുദ്ധിക്കാരിയല്ലേ മോനെ? ആരെന്തു പറഞ്ഞാലും അവള് കേക്കില്ലല്ലോ. വെറുതെ നിന്റെ സമാധാനം കൂടി കളയണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് അറിയിക്കാതിരുന്നത്. കാര്യം ശരിയാ. ശരവണ്ണനിപ്പോ നമ്മുടെ പക്ഷത്തൊക്കെ തന്നെയാ എന്ന് കരുതി അവന്റെ കൂടെ തോന്നിയ പോലെ നടക്കാനൊന്നും പൊന്നുമണിയെ അനുവദിക്കണ്ട. അവസാനം എന്തെങ്കിലും കുഴപ്പം പറ്റിയാ ഒരാളും ഉണ്ടാവില്ല സഹായിക്കാൻ. എല്ലാവരും അമ്മയെ കുറ്റം പറയും. ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? ഫോൺ കൊടുക്ക, ഞാൻ സംസാരിക്കാം അവളോട്. വേണ്ട മോനെ. കൊടുക്കമ്മേ, ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അവൾ എന്തെങ്കിലും തിരിച്ചു പറയും. പറഞ്ഞോട്ടെ, എന്നാലും ഞാൻ പറയാനുള്ളത് പറയും. പൊന്നുമണി, പൊന്നുമണി, എന്താ നിരഞ്ജൻ. ഉപദേശിക്കാനാണോ? എങ്കി വേണ്ട. അത് നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. പിടിക്കണേ ഫോൺ. പിടിക്കാൻ. എന്താ മോശമാണ് ഈ ചെയ്യുന്നത്. എന്തു മോശം? ശരവണ്ണൻ ആരാണെന്നൊക്കെ അറിയാവോ? അയാൾ ആരായ എനിക്കെന്താ? എന്നോട് എങ്ങനെ പെരുമാറുന്നു അതുമാത്രം നോക്കിയാ പോരെ ഞാൻ? പിന്നെ എന്നെ ഉപദേശിക്കാൻ വരുന്നവരുടെ യോഗ്യതയെക്കാളും ഒട്ടും കുറവൊന്നും അല്ല ശരവണന്റെ യോഗ്യത. നീ വാശി തീർക്കുകയാണല്ലേ? ആ, അങ്ങനെയെങ്കി അങ്ങനെ. അത്രയ്ക്ക് വളർന്നോ നീ? വക്കീലന്മാര് കൂട്ടുകാരായിട്ടുണ്ടല്ലോ. ചോദിച്ചു നോക്ക്, അപ്പൊ അവര് പറഞ്ഞു തരും ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ അവകാശങ്ങള്. ശരവണ്ണുമായി കറങ്ങി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആ സമ്മതം വേണ്ടെങ്കിലോ? ഇങ്ങോട്ട് പോൺ. ബാക്കി ഞാൻ പറയാം. മോനെ, നീ ഫോൺ വെച്ചോ. ഇവളോട് ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. നീ വെച്ചോ. അമ്മേ, ഹലോ. വാടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്. ഇനി പുറത്തിറങ്ങുന്ന എനിക്ക് വാടി ഇങ്ങോട്ട്. വാടി ഇങ്ങോട്ട്. കേറി ഇങ്ങോട്ട്. കേറ്.